നമസ്കാരം. നമ്മുടെ രാജ്യത്തെ കോടതികൾക്ക് തെറ്റ് പറ്റാറില്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കോടതികൾക്ക് തെറ്റ് പറ്റാൻ പാടില്ല. അവരുടെ മുമ്പിലെത്തുന്ന തെളിവുകൾ അവർ പരിശോധിച്ച് അവർ വിധി പറയണം. ആ വിധി ചിലപ്പം നീതിക്ക് നിരക്കാത്തതായിരിക്കും, പക്ഷേ ആ വിധി തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പിണറായി സർക്കാർ എന്നെ പൂട്ടിക്കെട്ടുക എന്ന ലക്ഷ്യത്തോടെ ഒരു കള്ളക്കേസ് എടുത്തിട്ടും സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചിട്ടും കോടതിക്ക് തെറ്റുപറ്റി എന്ന് പറയാതെ നിയമ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ പാലത്തായി പീഡനക്കേസിലെ സെഷൻസ് കോടതി വിധി വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചിരുന്നു. ഒരു കോടതി തെളിവുകൾ പരിശോധിക്കുക, ആ തെളിവുകൾ എല്ലാം ആ കോടതിയിൽ പ്രതി നിരപരാധിയാണ് എന്ന് തെളിയിക്കുന്നതായിട്ടും തിരിച്ചൊരു വിധി പ്രഖ്യാപിക്കുക. മാത്രമല്ല ആ വിധി ഏറ്റവും ഭയാനകമായ രീതിയിൽ, അതായത് മരണം വരെ ജയിൽ എന്ന തരത്തിൽ പ്രഖ്യാപിക്കുക എന്നത് അവിശ്വസനീയമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ ഇത്തരമൊരു വിധി വന്നിട്ടും പാലത്തായി പത്മരാജൻ മാഷെ പിന്തുണച്ചവർ അവരുടെ നിലപാട് തിരുത്തിയില്ല. പത്മരാജൻ മാഷിന് നീതി കിട്ടും ഇന്നല്ലെങ്കിൽ നാളെ. കാരണം നമ്മുടെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നിരപരാധികളെ സംരക്ഷിക്കാനുള്ളതാണ് എന്ന് ഉറച്ച വിശ്വാസം, ഭരണഘടനയോടുള്ള വിശ്വാസമാണ്. അതിതാ സംഭവിക്കുന്നതിൻ്റെ സൂചന ഇന്നലെ പുറത്തു വന്നു. പാലത്തായി പീഡനക്കേസിൽ മരണം വരെ ശിക്ഷിക്കപ്പെട്ട പത്മരാജൻ്റെ ശിക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്നലെ മരവിപ്പിക്കുകയും പത്മരാജന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇന്ന് പപ്പൻ മാഷ് എന്ന് വിളിക്കുന്ന പത്മരാജൻ പുറത്തിറങ്ങും. പത്മരാജൻ പുറത്തിറങ്ങുമ്പോൾ അത് നീതിയുടെ താൽക്കാലികമായ വിജയമായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. നിയമത്തിന് മുൻപിൽ ഒരു തരത്തിലും നിലനിൽക്കാത്ത ഒരു കേസായിരുന്നു പത്മരാജനെതിരെ ചുമത്തിയത്. പത്മരാജൻ ചെയ്ത കുറ്റകൃത്യം മലപ്പുറത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്കൂളിലെ അധ്യാപകനായിരിക്കുമ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രക്ഷോഭത്തെ എതിർത്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു എന്നതാണ്. ഇതേക്കുറിച്ച് വിദ്യാർത്ഥികളോട് പത്മരാജൻ സംസാരിച്ചു എന്ന ആരോപണവുമുണ്ട്. തുടർന്ന് പത്മരാജനെ എങ്ങനെയെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച് ഒഴിവാക്കാൻ ഗൂഢാലോചന നടന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ മുസ്ലിം വിശ്വാസിയ ഒരു വിദ്യാർത്ഥി മൊഴി കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായി പരിപൂർണമായി കെട്ടിച്ചമച്ച കേസായിരുന്നത്. ആ കേസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും വ്യാജമാണ് എന്ന് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് കണ്ടെത്തി. പക്ഷേ പത്മരാജനെ ഒഴിവാക്കണമായിരുന്നു, പുറത്താക്കണമായിരുന്നു. അതൊരു രാഷ്ട്രീയ മത ആവശ്യമായി രൂപപ്പെട്ടു. തുടർന്ന് എക്കാലത്തും CPM-ന്റെ ഗുണ്ടാപ്പണി ഏറ്റെടുത്തിരുന്ന, ആത്മാഭിമാനം ലവലേശമില്ലാത്ത, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രത്നകുമാർ എന്നു പേരുള്ള ഒരു DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ആ സംഘത്തിലുള്ളവരെല്ലാം മനുഷ്യരെന്ന് വിളിക്കാൻ അർഹതയില്ലാത്ത മൃഗതുല്യരായ കമ്മി പോലീസുകാരായിരുന്നു. അവർ ഇല്ലാത്ത തെളിവുകൾ കെട്ടിച്ചമച്ച് കുറ്റപത്രം സമർപ്പിച്ച് കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പത്മരാജൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞതിനെ അന്നത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന IG ശ്രീജിത്തിനെ സംഖ്യയാക്കി ചുവരിലൊട്ടിക്കുക മാത്രമല്ല ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ പത്മരാജനും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കും ഉറച്ച വിശ്വാസമായിരുന്നു നീതി ലഭിക്കുമെന്ന്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ വിചാരണ നടന്നു. പത്മരാജൻ മാഷിന് വേണ്ടി കോടതിയിൽ കേസ് വാദിച്ചത് P. പ്രേമരാജൻ എന്നു പേരുള്ള പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനാണ്. ഈ സമയത്ത് മറ്റൊരു ഡബിൾ മർഡർ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ടും പത്മരാജന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വിശദമായ വാദം തന്നെ പ്രേമരാജൻ നടത്തി. പക്ഷെ അട്ടിമറി ഭയാനകമായിരുന്നു. വിചാരണ ചെയ്ത ജഡ്ജി അല്ല വിധി പറഞ്ഞത്. എങ്ങനെയാണ് ഈ അട്ടിമറി നടന്നത്, എന്തുകൊണ്ടാണ് പത്മരാജൻ നിരപരാധിയായിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ ഇന്ന് ഞാൻ രാവിലെ ടെലിഫോണിൽ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പ്രേമരാജൻ വിശദീകരിച്ചിരുന്നു. അത് ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ പൂർണ്ണമായും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ ഇത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ കാണാൻ എത്തുക. ഇവിടെ ഇന്നലെ ഹൈക്കോടതിയിൽ സംഭവിച്ചത് എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. സാധാരണഗതിക്ക് ഒരു പോക്സോ കേസിൽ മരണം വരെ ജീവപര്യന്തം വിധിക്കുന്ന പ്രതിയുടെ ജാമ്യാപേക്ഷ പോലും ഉടനെ പരിഗണിക്കാറില്ല. പക്ഷെ പത്മരാജൻ നിരപരാധിയാണ് എന്ന് പൊതുസമൂഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാവാം കോടതി അത് നേരത്തെ തന്നെ പരിഗണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് KV വിജയകുമാറും ഉൾപ്പെട്ട ബെഞ്ച് ആ കേസ് പരിഗണിക്കുകയും പ്രോസിക്യൂഷന്റെ വാദങ്ങളും പത്മരാജന്റെ അഭിഭാഷകന്റെ വാദങ്ങളും വിശദമായി കേട്ട് അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ട് 22ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ എഴുതി: We are of the view that the applicant has made out of a good case on merits in the appeal and the grounds urged by him are compelling. ഞങ്ങളുടെ ധാരണ
ഈ അപേക്ഷകന്റെ കേസിന് വളരെ ഗൗരവമേറിയ മെറിറ്റ് ഉണ്ട് എന്നാണ്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതാണ്. ദോ ഇറ്റ് ഈസ് premature to enter into a conclusive finding regarding the merits of the contention of the applicant that he is innocent, we are convinced that the applicant has made out an arguable case. അപേക്ഷകൻ നിരപരാധിയാണ് എന്ന് തീർത്തു പറയാൻ ഇപ്പോഴത്തെ സ്റ്റേജിൽ സാധ്യമല്ലെങ്കിലും we are convinced that the applicant has made out an arguable case. ഈ അപേക്ഷകൻ ചർച്ച ചെയ്യാവുന്ന, ആർഗ്യൂ ചെയ്യാവുന്ന ഒരു കേസ് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വി ആർ കൺവിൻസ്ഡ് ദാറ്റ് ഇൻ സോ ഫാർ ആസ് ദി കൺവിക്ഷൻ ഓഫ് ദി ആപ്ലിക്കന്റ് ഈസ് കൺസേൺഡ് ദർ ഈസ് സം ഇൻഫേമിറ്റി ഇൻ ദ ഓർഡർ ഓഫ് കൺവിക്ഷൻ ദാറ്റ് റെൻഡേഴ്സ് ദി ഓർഡർ ഓഫ് കൺവിക്ഷൻ പ്രീമാ ഫേഷ്യ എറോണസ്. പ്രഥമ ദൃഷ്ടിയ ഈ വിധിയിൽ ഗുരുതരമായ പിശകുകൾ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതായത് മരണം വരെ ജീവപര്യന്തം തടവിന് വിധിച്ച ഈ ശിക്ഷയിൽ പ്രഥമ ദൃഷ്ടിയ ഗൗരവമായ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് നിരവധി കണ്ടീഷനുകൾ വെച്ചുകൊണ്ട് ജാമ്യം കൊടുക്കുന്നു. ശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ശിക്ഷ ഹൈക്കോടതിയുടെ വാദം പൂർത്തിയായി വിധി പറയുന്നത് വരെ നടപ്പിലാക്കാൻ സാധ്യമല്ല. അതിന് സ്റ്റേ ആണ്. അതുവരെ ജാമ്യം കൊടുത്ത് വീട്ടിൽ പോയിക്കോളാൻ കോടതി പറഞ്ഞു. ഇതാണ് പ്രിയപ്പെട്ടവരെ, നിരപരാധിയായ മനുഷ്യരെ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കും എന്ന് നീതിബോധമുള്ള, രാജ്യസ്നേഹമുള്ള മനുഷ്യർ വിശ്വസിക്കുന്നതിൻ്റെ കാരണം. പത്മരാജൻ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചതുകൊണ്ട് മാത്രം പത്മരാജനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചു. വളരെ അവിശ്വസനീയമായ ചില ഇടപെടലുകളെ തുടർന്ന് മരണം വരെ പത്മരാജന് ശിക്ഷ വിധിച്ചു. പക്ഷെ പത്മരാജൻ ജയിൽ മോചിതനാകുന്നു. നീതി നടപ്പിലാകുന്നതിൻ്റെ സൂചന പുറത്തു വരുന്നു. കോടതി വിശദമായി ഇനി വാദം കേൾക്കും. ആ വാദത്തിന് ശേഷമാകും കുറ്റവിമുക്തനാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത് വലിയ പ്രത്യാശ നൽകുന്ന വിധിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഈ വിഷയത്തിൽ നീതിക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ മുസ്ലിം വിരുദ്ധനെന്നും സംഘിയെന്നും ഒരുപാട് ആരോപണം കേട്ടതാണ്. ഈ അടുത്ത കാലത്തും പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ ശ്രീജിത്തിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും പാലത്തായി പീഡന കേസിൽ പത്മരാജൻ നിരപരാധിയാണ് എന്ന് പറഞ്ഞതിന് പേരിൽ ഞാൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കേസ് വിശദമായി പഠിച്ച പൊതുപ്രവർത്തകനായ സ്റ്റാലിൻ ദേവൻ KM ഷാജഹാനെ വളരെ വ്യക്തമായൊരു മറുപടി കൊടുത്തിരുന്നു. ആ മറുപടി കൂടി കേൾക്കുക. ഈ മാസം 3-ാം തീയതി ഷെയ്ദ് IPSുമായി ബന്ധപ്പെട്ട് ഷാജൻ സ്കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത് ഡിബിൻ എന്ന് പറയുന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അന്യായമായി കള്ള കേസുകൾ നൽകി ഈ IPSകാരനെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു. പ്ലീസ് ആരോടും ഇങ്ങനെ കാട്ടരുത് എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിക്കുറിപ്പ്. അതിൽ അദ്ദേഹം ഈ പാലത്തായി കേസിനെ കുറിച്ചിട്ടും പരാമർശിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത് ആ കേസിൽ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കാണിക്കുന്ന ഒരു തെളിവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി പത്മരാജൻ ഈ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വരും എന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളതായും പറഞ്ഞിരുന്നു. ആ വീഡിയോ ഷാജഹാനെ പ്രകോപിതനാക്കി. കാരണം ഷെയ്ദ് IPSനെ കുറിച്ചിട്ട് ഷാജഹാന് നല്ല അഭിപ്രായമല്ല ഉള്ളത്. അതുകൊണ്ട് ഈ ഷാജൻ സ്കറിയെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹം ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തെ ആക്രമിക്കാൻ ഷാജഹാൻ തീരുമാനിക്കുന്നു. അതിനായി പാലത്തായി പീഡനക്കേസ് ഷാജൻ സ്കറിയെ മാപ്പ് പറഞ്ഞേ തീരൂ, കാരണം തെളിവിത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതിൽ അയാൾ തലശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിയെ ന്യായീകരിച്ചുകൊണ്ടും ഒരു LLB ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയെ പോലും നാണിപ്പിക്കുന്ന രീതിയിലും ഒരു വിഡ്ഢിയെ പോലെയും ആ വിധിന്യായം വ്യാഖ്യാനിക്കാനും തുടങ്ങി. ആ കേസിലെ വിധിന്യായം ഞാൻ ഉദ്ദേശം ഒരു 25 പ്രാവശ്യമെങ്കിലും മനസ്സിരുത്തി വായിച്ച് പഠിച്ച ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ എന്നെപ്പോലെ ആ ജഡ്ജ്മെൻറ്റ് വായിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തി കേരളത്തിൽ ഇന്ന് കാണത്തില്ല. വിചാരണ കോടതിയുടെ വിധിയിൽ പത്മരാജൻ കുറ്റക്കാരനെന്ന് കാണിക്കുന്ന തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല. പിന്നെ എങ്ങനെയാണ് പത്മരാജനെ ശിക്ഷിച്ചത് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അവിടെയാണ് ഈ പോക്സോ കേസിൻ്റെ പ്രത്യേകത. പ്രതിക്കെതിരെ ഒരു തെളിവും ഇല്ലെങ്കിലും അതിജീവിതയുടെ മൊഴി വിശ്വാസയോഗ്യമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രതിയെ ശിക്ഷിക്കാം. എന്നാൽ ഈ കേസിൽ ഈ അതിജീവിതയുടെ മൊഴിയിൽ ഏകദേശം 128 കോൺട്രഡിക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ടും ബഹുമാനപ്പെട്ട കോടതി ഈ പത്മരാജനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ആ മൊഴികളെ വിശ്വസിച്ചു. അതാണ് പാലത്തായി കേസിൽ നടന്നത്. ഇയാൾ ആദ്യമായിട്ട് പറയുന്നത് അതിജീവിത ആദ്യം പറഞ്ഞ ബാത്റൂമിൽ നിന്നും തൻ്റെ ഇഷ്ടത്തിന് കൃത്യസ്ഥലം തന്നെ മാറ്റിയ DYSP രത്നകുമാർ
നന്നായി കേസ് അന്വേഷിച്ചു എന്നാണ്. തൻ്റെ വീഡിയോയിൽ ഒരിടത്തു പോലും വിധിന്യായത്തിൽ പത്മരാജന് എതിരെയുള്ള ഒറ്റ തെളിവ് പോലും അയാൾക്ക് എടുത്തു പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അയാളുടെ വാക്കുകളിലേക്ക് നവംബർ 14-നാണ് വിധി പറഞ്ഞത്. ജഡ്ജി ആദ്യം നെഹ്റുവിനെക്കുറിച്ചും അദ്ദേഹം കുട്ടികളെ ഒരു പൂന്തോട്ടത്തിലെ മൊട്ടുകളോട് ഉപമിച്ച കാര്യവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിധിന്യായം ആരംഭിക്കുന്നത്. ശരി, അത് പത്മരാജന് എതിരെയുള്ള തെളിവാണോ? അടുത്തതായി പറയുന്നത് ശിക്ഷയെക്കുറിച്ചിട്ടാണ്. അതായത് ഈ കോടതി പത്മരാജന് സ്വാഭാവിക മരണം വരെയുള്ള തടവിനും അതുപോലെ 20 വർഷത്തെ കഠിന തടവിനും പിഴയ്ക്കുമാണ് വിധിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മണ്ട ശിരോമണി മനസ്സിലാക്കേണ്ടത്, അഭിഭാഷകൻ എന്ന് പറയുന്ന ആളാണ് ഇയാൾ മനസ്സിലാക്കേണ്ടത്, ഒരു സെഷൻസ് കോടതിക്ക് ഒരാളുടെ സ്വാഭാവിക മരണം വരെയുള്ള ഈ തടവിന് വിധിക്കാനുള്ള അധികാരമേ ഇല്ല എന്നുള്ളതാണ്. അതിനുള്ള അധികാരം ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും മാത്രമാണെന്ന് ഈ അഭിഭാഷകന് മാത്രം അറിയില്ല. എന്നിട്ടും അയാൾ ആ വിധിന്യായത്തെ പുകഴ്ത്തുകയാണ്. അയാൾ പറയുന്നു, എനിക്ക് വിധിന്യായം വായിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് ഹൃദയഭേദകമാണത്. ഈ വിധിന്യായത്തിൽ എങ്ങനെയാണ് പത്മരാജൻ എന്ന് പറയുന്ന ഈ നരാധമൻ 10 വർഷവും 9 മാസവും പ്രായമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നതിൻ്റെ അതിഭീകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജലജാറാണിയുടെ പല പേജുകളിലും ഉണ്ട്. ഞാൻ ഈ ഷാജഹാനെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പരാമർശമെങ്കിലും ഈ ജഡ്ജ്മെൻ്റ് എവിടെയെങ്കിലും ഈ ഷാജഹാന് എനിക്കൊന്ന് കാട്ടിത്തരാൻ കഴിയുമോ? എന്നിട്ട് ഇയാൾ തുടർന്ന് പറയുന്നു, എനിക്കത് സത്യം പറഞ്ഞാൽ 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ വായിക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഭീകരമായ രീതിയിലാണ് ഈ പത്മരാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ ഈ കൊച്ചു പെൺകുട്ടിയെ ആ സ്കൂളിലെ ബാത്റൂമിലും അവിടെയും ഇവിടെയും വച്ച് പീഡിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ ഉള്ളത്. അതൊക്കെ ഹൃദയഭേദകമാണ്, നമുക്ക് വായിക്കാൻ പറ്റില്ല. എനിക്കൊരു ദിവസം രാത്രി വായിച്ച ശേഷം കിടന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല എന്നാണ് ഈ അഭിഭാഷകൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ പല രാത്രികളിലും ഉറങ്ങാതെ ഇരുന്ന് വളരെ വിശദമായിട്ട് ഈ ജഡ്ജ്മെൻറ്റ് പഠിക്കുകയും നോട്ടുകൾ തയ്യാറാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ അതിഭീകരമായ ഒരു കാര്യവും അവിടെ കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് ആ ഒരു കാരണം കൊണ്ട് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതും ഇല്ല. പിന്നെ പറയുന്നു, വിധിന്യായത്തിൻ്റെ 110, 111 പേജുകളിൽ ഈ ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണം ശരിയായിരുന്നില്ല എന്ന് പറയുന്നു പോലും. അങ്ങനെയാണെങ്കിലേ അഭിഭാഷക, അതെങ്ങനെയാണ് ഈ പോലീസിൻ്റെ വീഴ്ച എങ്ങനെയാണ് ഈ പ്രതിയെ ശിക്ഷിക്കുന്നതിനുള്ള തെളിവായി മാറുക? പ്രതിയെ വെറുതെ വിടേണ്ടിയല്ലേ അങ്ങനെയുള്ള സന്ദർഭത്തിൽ കോടതികൾ ചെയ്യാറ്? അയാൾ തുടരുകയാണ്, ആ പെൺകുട്ടിയെ ഈ അന്വേഷണത്തിനിടയിൽ ഈ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതിലൂടെ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? എത്ര ദിവസം വരെ കോടതി വരാന്തയിൽ നിലനിർത്തി മാനസികമായി അവരെ എങ്ങനെയാണ് പീഡിപ്പിച്ചത്? അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഈ വിധിയിൽ ഇങ്ങനെ നിരന്തരം എഴുതി വച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് എനിക്ക് പോകാൻ വയ്യ, കാരണം എനിക്കതൊന്നും വിശദീകരിക്കാൻ എനിക്ക് കഴിയില്ല. എന്തായാലും ആ പെൺകുട്ടിയെ കൗൺസിലർമാർ പീഡിപ്പിച്ചത്, കോടതിയിൽ ചെന്നപ്പോൾ അതിന് ഏൽക്കേണ്ടി വന്ന മാനസിക പീഡനം, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിച്ചത്, അതിനപ്പുറത്താണ് ഈ നരാധമൻ ആ പെൺകുട്ടിയെ എങ്ങനെയാണ് പീഡിപ്പിച്ചത്, എങ്ങനെയാണ് അതൊക്കെ വിശദമായി ഈ ജലജാറാണി അവരുടെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെയാണ് സംഗതിയെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് പത്മരാജൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നത്? കൂടാതെ പത്മരാജൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിധിന്യായത്തിൽ ഒരിടത്തും തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. ഇയാളുടെ ധൈര്യം എന്താണെന്നറിയാമോ? ആരെങ്കിലും പോയിട്ട് ഈ ജഡ്ജ്മെൻറ്റ് എടുത്ത് നോക്കിയിട്ട് ഇയാൾ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുമോ? ഇവിടെ എന്നെപ്പോലെയുള്ള വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഈ ജഡ്ജ്മെൻറ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ ഷാജഹാൻ വള എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് പറയുന്നു 40 സാക്ഷികളും 92 തെളിവുകളും ഉണ്ടായിരുന്നു പോലും. എങ്കിൽ അഡ്വക്കേറ്റ്, അതിൽ ഏത് തെളിവാണ് ഈ പത്മരാജൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരാമോ? അവസാനം ജഡ്ജി തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, തൻ്റെ വിധിയെ ന്യായീകരിക്കാൻ വേണ്ടി കുറേ സാഹിത്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതാണ് ഈ വിദ്വാൻ പറയുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം പറയുന്നു, ഷാജൻ സ്കറിയ തൻ്റെ വീഡിയോയിൽ പറഞ്ഞ, അതായത് ഈ പത്മരാജനെതിരെ തെളിവില്ല, പത്മരാജൻ ഈ ശിക്ഷിക്കപ്പെടാതെ പുറത്തു വരും എന്ന് പറഞ്ഞ വാക്കുകൾ പിൻവലിച്ച് ഈ സമൂഹത്തിനോട് മാപ്പ് പറയണം എന്നാണ് ഈ വിഡ്ഢി ഷാജൻ സ്കറിയയോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ പൊന്നഭിഭാഷക, ഷാജൻ സ്കറിയ ഒരിക്കലും അത് പറയാൻ പോകുന്നില്ല. കാത്തിരിക്കൂ, ഭാവിയിൽ അഥവാ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഈ പത്മരാജനെ
നിരപരാധിയാണെന്ന് കണ്ടെത്തി പറഞ്ഞു വിട്ടാൽ അന്ന് ഇപ്പോൾ നരാധമൻ എന്നൊക്കെ ലോകം മുഴുക്കെ വിളിച്ചു പറയുന്ന ഈ നാറി വീണ്ടും വീഡിയോയിൽ കൂടി വന്നിട്ട് മാപ്പ് പറയാൻ തയ്യാറാകുമോ? എന്തായാലും അവസാനമായി ഞാൻ ഒരു ചാലഞ്ച് വയ്ക്കുകയാണ്. അതായത് ഈ വിധിന്യായത്തിൽ എവിടെയെങ്കിലും പത്മരാജൻ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് കാണിക്കുന്ന ഒരു തെളിവ് ഈ ഷാജഹാൻ എന്ന് പറയുന്ന അഭിഭാഷകന് എന്നെ കാണിച്ചു തരാൻ കഴിയും എന്നുണ്ടെങ്കിൽ 1,00,000 രൂപ ഞാൻ അയാൾക്ക് സമ്മാനം നൽകാൻ തയ്യാറാണ്. അയാൾ ഒരു സംവാദത്തിന് ഞാനുമായി തയ്യാറാകണം. വേദി എവിടെയാണെന്ന് അയാൾക്ക് തീരുമാനിക്കാം. അതിന് വേണ്ടി വരുന്ന ചെലവ് ഞാൻ എടുക്കാൻ തയ്യാറാണ്. ഈ വെല്ലുവിളി അയാൾ ഏറ്റെടുത്തില്ല എങ്കിൽ നാം അയാളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിക്കേണ്ടത്, പറയേണ്ടത് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക.